മല്ലോ ക്രിക്കറ്റ് കോർണറിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വർഷം നടന്ന ICCയുടെ T20 ലോകകപ്പ് ഫൈനലിൽ സൗത്ത് ആഫ്രിക്കയെ വീഴ്ത്തി ഇന്ത്യയെ ചാമ്പ്യന്മാരാക്കുന്നതിൽ ഋഷഭ് പന്തിനും നിർണായക റോളുണ്ടെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് മുൻ T20 ക്യാപ്റ്റൻ രോഹിത് ശർമ്മ. പരാജയത്തിന്റെ വക്കിൽ നിന്നാണ് ത്രില്ലറിൽ സൗത്ത് ആഫ്രിക്കയെ മറികടന്ന് രണ്ടാം ലോക കിരീടത്തിൽ ഇന്ത്യൻ ടീം മുത്തമിട്ടത്. T20 ലോകകപ്പിൽ ഇന്ത്യൻ വിജയത്തിൽ പങ്കാളിയായ ടീം അംഗങ്ങളായ സൂര്യകുമാർ യാദവ്, അക്ഷർ പട്ടേൽ, അർഷദീപ് സിംഗ്, ശിവം ദുബെ എന്നിവർക്കൊപ്പം കപിൽ ശർമ്മ ഷോയിൽ അതിഥിയായി വന്നപ്പോഴാണ് രോഹിത് മനസ്സ് തുറന്നത്. ഇന്ത്യൻ കുപ്പായത്തിൽ അദ്ദേഹത്തിന്റെ അവസാനത്തെ T20 കൂടിയായിരുന്നു ലോകകപ്പ് ഫൈനൽ. കിരീട വിജയത്തിന് പിന്നാലെ T20യിൽ നിന്നും രോഹിത് വിരമിക്കലും പ്രഖ്യാപിച്ചിരുന്നു. കലാശ പോരാട്ടത്തിൽ ഇന്ത്യക്കെതിരെ സൗത്ത് ആഫ്രിക്കയ്ക്ക് അവസാനത്തെ 5 ഓവറിൽ ജയിക്കാൻ 30 റൺസ് മാത്രമേ വേണ്ടിയിരുന്നുള്ളൂ. വിക്കറ്റുകളും കൈവശമുണ്ടായിരുന്നു. ഈ സമയത്താണ് ഋഷഭ് പന്ത് പേശിവലിവ് കാരണം ഗ്രൗണ്ടിൽ ഇരുന്നത്. തുടർന്ന് ടീം ഫിസിയോ ഗ്രൗണ്ടിലേക്ക് വരികയും മത്സരം അല്പസമയം തടസ്സപ്പെടുകയും ചെയ്തു. കളി പുനരാരംഭിച്ച ശേഷം സൗത്ത് ആഫ്രിക്കയുടെ നേരത്തെയുള്ള താളം നഷ്ടമാവുകയും വിക്കറ്റുകൾ കൈവിട്ട് തോൽവിയിലേക്ക് വീഴുകയും ചെയ്യുകയായിരുന്നു. ഫൈനലിൽ സൗത്ത് ആഫ്രിക്കൻ ടീം റൺ ചേസിൽ വിജയത്തിലേക്ക് മുന്നേറവേ തങ്ങൾ ശരിക്കും ഭയപ്പെട്ടിരുന്നതായും വലിയ ടെൻഷൻ ഉണ്ടായിരുന്നുവെന്നും രോഹിത് ശർമ്മ വെളിപ്പെടുത്തി. സൗത്ത് ആഫ്രിക്കയ്ക്ക് ഒരുപാട് വിക്കറ്റുകൾ ബാക്കിയുണ്ടായിരുന്നു. മാത്രമല്ല സെറ്റായ ബാറ്റർമാരാണ് അപ്പോഴുണ്ടായിരുന്നത്. ഞങ്ങൾക്ക് ശരിക്കും ടെൻഷൻ അനുഭവപ്പെടാനും തുടങ്ങി. മാത്രമല്ല നല്ല ഭയവും തോന്നിയിരുന്നു. പക്ഷെ അത്തരമൊരു സന്ദർഭത്തിൽ ക്യാപ്റ്റന് ശക്തമായ മുഖം ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. ഇത് ആർക്കും അറിയില്ല. അവർക്ക് ജയിക്കാൻ 30 റൺസ് വേണമെന്നിരിക്കെ കളിയിൽ ചെറിയൊരു ബ്രേക്ക് ഉണ്ടായി. ഋഷഭ് പന്ത് അവന്റെ തലച്ചോർ ഉപയോഗിക്കുകയും കളി നിർത്തുകയും ചെയ്തു. കാൽമുട്ടിന് വേദന അനുഭവപ്പെടുന്നതായാണ് അവൻ പറഞ്ഞത്. തുടർന്ന് ആ ഭാഗത്ത് കെട്ടുകയും ചെയ്തതായി രോഹിത് വിശദമാക്കി. ക്രീസിലുണ്ടായിരുന്ന സൗത്ത് ആഫ്രിക്കൻ ബാറ്റർമാർ അപ്പോൾ നല്ല താളത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ബാക്കിയുള്ള ബോളുകൾ എറിയാനും അവർ ആഗ്രഹിക്കുകയും ചെയ്തു. കാരണം ബാറ്റിംഗിലെ ആ ഒഴുക്കു തുടർന്ന് കൊണ്ടുപോവേണ്ടത് അവർക്ക് ആവശ്യമായിരുന്നു. ഞാൻ ഈ സമയത്ത് ഫീൽഡ് സെറ്റ് ചെയ്ത് കൊണ്ടിരിക്കുകയായിരുന്നു. ബൗളറുമായി സംസാരിക്കുന്നതിനിടെയാണ് ഋഷഭ് ഗ്രൗണ്ടിലിരിക്കുന്നത് ഞാൻ കണ്ടത്. ഫിസിയോയും അപ്പോൾ അവിടേക്ക് വന്നു. എത്രയും പെട്ടെന്ന് കളി പുനരാരംഭിക്കാൻ കാത്തു നിൽക്കുകയായിരുന്നു ഹെൻറിച്ച് ക്ലാസൺ. ഇതാണ് ഇന്ത്യയുടെ വിജയത്തിന് കാരണമെന്നു ഞാൻ പറയില്ല, പക്ഷേ ചിലപ്പോൾ അതുമായിരിക്കാം. ഋഷഭ് പന്ത് അവന്റെ തലച്ചോർ ഉപയോഗിക്കുകയും തങ്ങൾ വിജയിക്കുകയും ചെയ്തതായും രോഹിത് ശർമ്മ കൂട്ടിച്ചേർത്തു. അതേസമയം ഹാർദിക് പാണ്ഡ്യ എറിഞ്ഞ 17ാം ഓവറിലെ ആദ്യ ബോളിൽ ഹെൻറിച്ച് ക്ലാസൻ പുറത്തായതാണ് കളിയിൽ വഴിത്തിരിവായത്. 27 ബോളിൽ 52 റൺസ് വാരിക്കൂട്ടിയ അദ്ദേഹം ക്രീസിൽ നിന്നിരുന്നെങ്കിൽ സൗത്ത് ആഫ്രിക്ക വളരെ അനായാസം ജയിക്കേണ്ടതായിരുന്നു. അപ്പോൾ ഇതുപോലുള്ള ട്രെൻഡിങ് ക്രിക്കറ്റ് വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മല്ലോ ക്രിക്കറ്റ് കോർണർ എന്ന ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.